നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. സ്വന്തം ജീവിത സമ്പാദ്യം കൊണ്ട് വാങ്ങിയ വീടോ കടമുറിയോ ഒക്കെ വാടകയ്ക്ക് കൊടുത്തിട്ട് വാടകക്കാരനെ കൊണ്ട് പൊറുതിമുട്ടിയ ധാരാളം ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ തന്നെ ഈ സിറ്റുവേഷനിൽ കഴിയുന്ന ഒരാളായിരിക്കും. ആദ്യമൊക്കെ നല്ല വാക്കു പറഞ്ഞ് നമ്മളുടെ പ്രീതി പിടിച്ചുപറ്റി കെട്ടിടത്തിൽ കയറിക്കൂടിയ വാടകക്കാരൻ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ വാടക കൃത്യമായിട്ട് തരില്ല. ഒഴിയാൻ പറഞ്ഞാലോ കേട്ട ഭാവം നടിക്കില്ല. ഒടുവിൽ കോടതിയിൽ പോയി വർഷങ്ങളോളം കേസ് നടത്തേണ്ടി വരുമോ എന്നോർത്ത് പലരും വിഷമിച്ച് കഴിയുകയാണ്. എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. 2026 ഏറ്റവും പുതിയ നിയമങ്ങളും നടപടിക്രമങ്ങളും ഉപയോഗിച്ച് സിവിൽ കോടതികളിൽ വർഷങ്ങൾ ചിലവാക്കാതെ തന്നെ വാടകക്കാരെ എങ്ങനെ നിയമപരമായി ഒഴിവാക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഒരു തെറ്റിദ്ധാരണ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ മോഡൽ ടെനൻസി ആക്ട് ഇന്ത്യയിലുടനീളം ബാധകമായി. അതിനാൽ വാടകക്കാരെ ഇനി വേഗം എളുപ്പത്തിൽ ഇറക്കി വിടാമെന്ന് പലരും കരുതുന്നുണ്ട്. എന്നാൽ 2026 നിലവിലെ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം കേരള സർക്കാർ ഈ നിയമം സംസ്ഥാനത്ത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴും ബാധകമായിട്ടുള്ളത് 1965 കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെന്റ് കൺട്രോൾ ആക്ട് ആണ്. വാടകക്കാർക്ക് വലിയ സംരക്ഷണം നൽകുന്ന നിയമത്തിന്റെ കുരുക്കിൽ പെടാതിരിക്കാൻ കെട്ടിട ഉടമകൾ ചില തന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടതുണ്ട്. കുഴപ്പക്കാരനായ ഒരു വാടകക്കാരനെ പിന്നീട് ഒഴിപ്പിക്കുന്നതിലും എത്രയോ എളുപ്പമാണ് അവരെ തുടക്കത്തിൽ തന്നെ ആ കെട്ടിടത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുന്നത്. ഇതിനായി കെട്ടിട ഉടമകൾക്ക് നിസ്സാരമായി ചെയ്യാൻ കഴിയുന്ന ചില മുൻകരുതലുകൾ പറയാം. അപ്പോൾ വാടകക്കാരായ വ്യക്തികൾക്ക് എന്നോട് വിരോധം തോന്നും. ഈ വീഡിയോ കെട്ടിട ഉടമകളെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന്. ഒരിക്കലുമല്ല. കെട്ടിട ഉടമകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, ഒപ്പം വാടകക്കാരൻ്റെയും. എന്നാൽ കെട്ടിട ഉടമയെ കബളിപ്പിക്കാൻ വാടകക്കാരൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ വീഡിയോ ഒരിക്കലും വാടകക്കാരന് എതിരല്ല. നിങ്ങളുടെ കെട്ടിടം വാടകയ്ക്ക് നൽകുന്നതിന് മുമ്പ് നിർബന്ധമായും പോലീസ് വെരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. കേരള പോലീസിന്റെ ഔദ്യോഗിക സിറ്റിസൺ സർവീസ് പോർട്ടലായ തുണ വഴിയോ അല്ലെങ്കിൽ അവരുടെ പോൾ ആപ്പ് വഴിയോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഇതിനായിട്ട് അപേക്ഷ കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് കെട്ടിടം ചോദിച്ചു വന്നിരിക്കുന്ന ഈ വാടകക്കാരൻ ആകാൻ പോകുന്ന വ്യക്തി ഒരു പ്രശ്നക്കാരനാണോ അല്ലയോ എന്നറിയാൻ ഇതൊരു വലിയ എളുപ്പവഴിയാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ഈ പരിശോധന തുടങ്ങുന്നു എന്നറിയുമ്പോഴേ ഒരിക്കലും അതിനായി നിന്നു തരില്ല, അവർ വിട്ടുപൊക്കെയുള്ളൂ. അതുവഴി നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ അപകടകാരിയായ ആ വ്യക്തിയെ ഒഴിവാക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഒരു കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ചില കെട്ടിട ഉടമകൾ ചെയ്യുന്നതും എന്നാൽ ഒരിക്കലും ചെയ്യരുതാത്തതുമായ ചില കാര്യങ്ങളുണ്ട്. വാടകക്കാരൻ ഒഴിയാതെ വന്നേക്കാം. അപ്പോൾ ദേഷ്യം വന്നിട്ട് അയാളുടെ കറണ്ട് കട്ട് ചെയ്ത് കളയുകയോ വെള്ളം നിർത്തുകയോ വാതിലിൽ പുതിയ താഴിട്ട് പൂട്ടിയിടുകയോ അവരുടെ സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയുകയോ ഒക്കെ ചെയ്യുന്ന കാര്യം അതൊരിക്കലും ചെയ്യരുത്. നിയമം കയ്യിലെടുത്ത് സ്വന്തം നിലയ്ക്ക് നടത്തുന്ന ഇത്തരം ഒഴിപ്പിക്കൽ പരിപാടികൾ ഇന്ത്യയിൽ പൂർണ്ണമായും നിയമവിരുദ്ധവും ക്രിമിനൽ കുറ്റവുമാണ്. നിലവിൽ വന്ന പുതിയ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഒരാളെ അന്യായമായി തടഞ്ഞു വെക്കുന്നത് ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. കൂടാതെ ക്രിമിനൽ അതിക്രമം പോലുള്ള വകുപ്പുകൾ പ്രകാരം വലിയ പിഴയും ശിക്ഷയും ഒക്കെ ലഭിക്കാം. അതിനാൽ ഒരിക്കലും ഇത്തരം നിയമവിരുദ്ധ നടപടികൾക്ക് നിങ്ങൾ മുതിരരുത്. ചുരുക്കത്തിൽ വാടകക്കാരനെ കണ്ടെത്തുമ്പോഴുള്ള പോലീസ് വെരിഫിക്കേഷൻ, ബുദ്ധിപൂർവമായ ലൈസൻസ് കരാർ, സമാധാനപരമായ മധ്യസ്ഥ ശ്രമങ്ങൾ എന്നിവയൊക്കെയാണ് കോടതി കയറാതെ നിങ്ങളെ സംരക്ഷിക്കുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഈ നിയമവിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യാം. കൂടുതൽ നിയമ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും നാളെ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.